ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നുറുങ്ങറിവുകളിലേക്ക് സ്വാഗതം. ദേവാലയം എന്തിനാണ്? എപ്രകാരമുള്ളതായിരിക്കണം? ഇതിനുള്ള ഉത്തരങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരും. വിശുദ്ധ കുർബാന ആഘോഷിക്കുകയും കാത്തുസൂക്ഷിക്കുകയും വിശ്വാസികൾ സമ്മേളിക്കുകയും ചെയ്യുന്ന ഭവനമാണ് ദേവാലയമെന്ന് ഖണ്ഡിക 1181 പറയുന്നു. 1199 ദേവാലയങ്ങളിലാണ് സഭ പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തിനായി ആരാധന ആഘോഷിക്കുന്നതെന്നും ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നതും അവിടുത്തേക്ക് സ്തുതി ആലപിക്കുന്നതും അവരുടെ പ്രാർത്ഥന ഉയർത്തുന്നതും കൗദാശികമായി സന്നിഹിതനായ ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കുന്നതും എന്ന് പറയുന്നു. നമ്മുടെ ധ്യാനത്തിന്റെയും സ്വകാര്യ പ്രാർത്ഥനയുടെയും സ്ഥലങ്ങൾ കൂടിയായ ദേവാലയങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വർഗീയ ജെറുസലേമാകുന്ന വിശുദ്ധ നഗരത്തിന്റെ പ്രതിരൂപം, ദൈവജനം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന പിതൃഭവനത്തിന്റെ പ്രതീകം, ദൈവത്തിന്റെ സകല മക്കൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാഗതമരുളുന്ന ഒരു ഭവനം. ഖണ്ഡിക 1186. ഈ ദേവാലയങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് 1181 ഖണ്ഡികയിൽ തന്നെയുണ്ട്. നമ്മുടെ രക്ഷകനായ ദൈവപുത്രന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആരാധിക്കുന്ന ഈ ഭവനം പ്രാർത്ഥനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും ഇണങ്ങുന്നതായിരിക്കണം. ഈ ദേവഭവനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളുടെ സത്യവും സമന്വയവും ക്രിസ്തു ഈ സ്ഥലത്ത് സന്നിഹിതനും പ്രവർത്തന നിരതനുമാണെന്ന് കാണിക്കണം. അതായത് നമ്മുടെ ദേവാലയങ്ങളും പരിസരങ്ങളും പ്രാർത്ഥനാ ചൈതന്യം വരത്തക്ക രീതിയിൽ വൃത്തിയായും വെടിപ്പായും സംരക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയല്ലേ. ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നുറുങ്ങറിവിലൂടെ നാം കണ്ടത് പള്ളിയുടെ അർത്ഥവും മഹത്വവും അതിന്റെ പ്രാധാന്യവുമാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു വിശ്വാസി പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന അറിവുകൾ നുറുങ്ങറിവിലൂടെ നാം കാണുന്നു. നന്ദി.